പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ പിടിയിലായതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക്. കുറച്ച് മുൻപാണ് എക്സൈസ് സംഘത്തിന്റെ ഈ വിശദീകരണമൊക്കെ വന്നത്. ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയുമാണ് ഇന്ന് രാവിലെ മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയിട്ടുള്ളത്. എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഇവരെ കയ്യിൽ നിന്ന് 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. സ്ഥിരമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്ന് ഇരുവരും സമ്മതിച്ചതായി എക്സൈസ് പറയുന്നുണ്ട്. സമീർ താഹിറിനെ ഉടൻ വിളിപ്പിക്കുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ആദ്യം. ഇന്നലെ ഒരു ഇൻഫർമേഷൻ കിട്ടിയ അടിസ്ഥാനത്തിൽ പൂർവ ഗ്രാൻഡ് ബേ എന്നുള്ള മറ്റേ ഫ്ലാറ്റിൽ ഇവനിങ്ങനെ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ അവരിങ്ങനെ ഗഞ്ചാവ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്, എന്ന് വെച്ചാൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതിൻ്റെ പ്രകാരമായിട്ട് സ്ക്വാഡിലെ പ്രമോദും പാർട്ടിയും അവിടെ പരിശോധന നടത്തിയപ്പോൾ അവിടെ 3 പേരുണ്ടായിരുന്നു. ഒന്ന് മുഹമ്മദ് അഷ്റഫും ഖാലിദ് റഹ്മാനും പിന്നെ ഷാലി മുഹമ്മദും. അവിടെ നിന്നൊരു 1.63 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാണ് കിട്ടിയിട്ടില്ല. ഹൈബ്രിഡ് അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ആലപ്പുഴ ഹൈബ്രിഡ് ഗഞ്ചാവ് കേസുമായിട്ട് ഇതിൻ്റെ ഒരു കണക്ഷന് സാധ്യതയില്ല, എന്നാലും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ശരി, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പരിശോധന നടത്തിയത്, അങ്ങനെ പരിശോധന നടത്തിയതിലാണ് ഈ 2 സിനിമാ സംവിധായകരടക്കം 3 പേരെ നമ്മൾ പിടികൂടുന്നത്. അപ്പോൾ അവരുടെ നിന്ന് നമുക്ക് ബെയിലബിളായിട്ടുള്ള ഒരു ഒഫൻസ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച ശേഷം അവരെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുള്ളതാണ്. ഈ 3 പേരും സ്ഥിരമായിട്ട് കഞ്ചാവ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഫ്ളാറ്റിൽ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥന്റെ പ്രതികരണവും നമ്മൾ കേട്ടു. ഇനി സഹിൻ ആന്റണിയിലേക്ക് പോകാം. സഹിൻ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ സമീറിന്റെ അറിവോടെയാണോ ലഹരി ഉപയോഗം നടന്നത് എന്ന കാര്യത്തിൽ എക്സൈസ് സംഘം അന്വേഷണം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ഇതിന് നിലവിൽ പ്രഥമ ദൃഷ്ട്യാ കണക്ഷനൊന്നും ഉള്ളതായി തോന്നുന്നില്ല. പക്ഷേ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കുമെന്ന് എക്സൈസ് സംഘം പറയുമ്പോൾ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണോ? എങ്ങനെയാണ് നിലവിലെ സാഹചര്യങ്ങൾ? തീർച്ചയായിട്ടും സേതു അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സേതു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം വ്യാപകമാക്കാൻ അല്ലെങ്കിൽ വ്യാപകമായി തന്നെ അന്വേഷിക്കാൻ എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 2 സംവിധായകർ അറസ്റ്റിലായിരിക്കുന്നു. അതും മലയാള സിനിമയിലെ മുൻനിരയിൽ നിൽക്കുന്ന 2 സംവിധായകരാണ്. നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ഭീമൻ്റെ വഴി, ഒപ്പം തന്നെ ഈ ഖാലിദ് റഹ്മാൻ്റെ ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഉണ്ട അടക്കമുള്ള ചിത്രങ്ങൾ, കൂടാതെ ഈ തല്ലുപാല തുടങ്ങിയ ചിത്രങ്ങൾ, ഇതെല്ലാം പ്രത്യേകിച്ചും യുവാക്കളിൽ വലിയ ഹരം ഉണ്ടാക്കിയ ചിത്രങ്ങളാണ്. യുവാക്കൾക്ക് ഏറെ പ്രിയപ്പെട്ട ചിത്രങ്ങളാണ്. അങ്ങനെയുള്ള 2 സംവിധായകരാണ് ഈ പറയുന്നത് പോലെ തന്നെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസിൻ്റെ പിടിയിലായത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഇവരുടെ ഫ്ളാറ്റിൽ നിന്നും എക്സൈസ് സംഘം ഇവരെ പിടികൂടുന്നത്. പിടികൂടുമ്പോൾ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഖാലിദ് റഹ്മാൻ അടക്കം 3 പേർ അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ ഉണ്ടായിരുന്ന വ്യക്തികളെ എടുത്തു നോക്കുകയാണെങ്കിൽ 2 പേർ സംവിധായകരാണെങ്കിൽ മറ്റൊരാൾ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ 3 പേർ പിടിയിലാകുമ്പോൾ എക്സൈസിന് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. മുൻപ് ഇതേ ഫ്ളാറ്റ് സംബന്ധിച്ച് ചില പരാതികൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ആ പരാതികളിൽ എക്സൈസ് അന്ന് പരിശോധനകൾ നടത്തിയിരുന്നതാണ്. പക്ഷേ അന്ന് കൃത്യമായി എക്സൈസിന് ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് എക്സൈസിന് ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. എന്തായാലും എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ 1 ഗ്രാം, നേരത്തെ എക്സൈസ് സൂചിപ്പിച്ചതുപോലെ തന്നെ 1 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയതെങ്കിലും വലിയ രീതിയിൽ ഇത് കാര്യമായി തന്നെ കാണുന്നു. കാരണം അവർക്ക് അറിയാം ഹൈബ്രിഡ് കഞ്ചാവാണ്. ഹൈബ്രിഡ് കഞ്ചാവ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആപത്ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും എല്ലാം ഇവർ സംവിധായകർ മാത്രമല്ല, സമൂഹത്തിന് വലിയ സന്ദേശങ്ങൾ നൽകുന്ന ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി കേസിൽ പിടിയിലാകുമ്പോൾ സ്വാഭാവികമായും സിനിമാ മേഖലകളിലേക്ക് വലിയ സ്വാധീനം ഇതുണ്ടാക്കുന്നു എന്നുള്ള ഒരു സംശയമാണ് എക്സൈസിനുള്ളത്. മാത്രമല്ല, ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായിട്ടുള്ള പ്രതിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. സിനിമാ മേഖലയിലെ ചില ആളുകൾക്ക് താൻ കഞ്ചാവ് വിതരണം ചെയ്തു എന്നുള്ളത്. ഇത് സാധാരണ കഞ്ചാവല്ല, ഹൈബ്രിഡ് കഞ്ചാവാണ്. അതുകൊണ്ട് തന്നെ കെമിക്കൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കെമിക്കൽ ഡ്രഗ് തന്നെയായിട്ടാണ് ഇതിനെയും കണക്കാക്കുക. പക്ഷേ നിലവിലെ നിയമം അനുസരിച്ച് കഞ്ചാവ് പിടികൂടിയാൽ ലഭിക്കുന്ന ശിക്ഷയാണ് ഇതിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 കിലോ കഞ്ചാവിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഇവരെ ഇവരെ ജാമ്യമില്ല ഒപ്പുചേർക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ 1.5 ഗ്രാം പിടികൂടിയത് കൊണ്ട് തന്നെ ഇത് സാധാരണ MDMA
മരിജുവനയോ കൊക്കൈനോ ഒക്കെ ആണെങ്കിൽ വലിയ ഒഫൻസാണ്. അതേ സമാനമായ ഒഫൻസ് തന്നെയാണ് ഇത്. പക്ഷേ ഇപ്പോഴും ഇതൊരു കെമിക്കൽ ഡ്രഗായി കണക്കാക്കിയിട്ടില്ല. കാരണം ഈ അടുത്ത കാലത്താണ് ഹൈബ്രിഡ് കഞ്ചാവ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നു തുടങ്ങിയത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുമാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വലിയ കെമിക്കൽ ഡ്രഗായി കണക്കാക്കിയിട്ടില്ല. ഭാവിയിലേക്ക് അതിൻ്റെ ഒരു രീതി മാറുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നിലവിൽ ഈ സംവിധായകർക്ക് ഒരു പക്ഷേ എക്സൈസിൽ നിന്നും ഒരു ആനുകൂല്യം കിട്ടാനുള്ള ഒരു സാധ്യത അത് തന്നെയായിരുന്നു. കാരണം ഈ ഹൈബ്രിഡ് കഞ്ചാവിനെ കഞ്ചാവ് മാത്രമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്, ഒരു കെമിക്കൽ ഡ്രഗായി കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് ജാമ്യം ലഭിക്കില്ലായിരുന്നു. ഗുരുതരമായ കുറ്റമാണിത്. ഗുരുതരമായ ലഹരിയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. സമൂഹത്തെ ഏറെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്ന ഏറ്റവും നൂതനമായ ലഹരി മരുന്നാണ്. അങ്ങനെ അന്വേഷണം നടക്കുന്നു. എക്സൈസ് സംഘത്തിന് പറയാനുള്ളത് നമ്മൾ കേട്ടു. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി. ഇന്ന് രാവിലെയാണ് ഈ മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ നിന്ന് ഈ ഖാലിദ് റഹ്മാന്റെയും അഷ്റഫ് ഹംസയുടെയും ഒക്കെ പക്കൽ നിന്ന് 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടിയത്. അതിനുശേഷം അവരെ ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്തു. അന്വേഷണം പല ഘട്ടങ്ങളിലായി നടക്കാൻ പോവുകയുമാണ്.